Guys, like seriously, I have clear proof that this World Cup final is definitely scripted. No, നിങ്ങൾ വിചാരിക്കണ പോലെ ഫിഫ, ഇൻഫാന്റീനോ, ഈവൻ ട്രംപ് ഇങ്ങനെ ആരും ചെയ്ത സ്ക്രിപ്റ്റ് അല്ല. ഓക്കെ, പണി അറിയാവുന്ന ഒരാള് അറിഞ്ഞ് പണിയ ഒരു സ്ക്രിപ്റ്റ്. അതായത് ദ ഗ്രേറ്റസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ ഓഫ് ഓൾ ടൈം, നമ്മുടെ ഒക്കെ ലൈഫ് സ്ക്രിപ്റ്റ് ചെയ്ത ആൾ അറിഞ്ഞുകൊണ്ട് എഴുതിയ സാധനമാണത്. അല്ലെങ്കിൽ എങ്ങനെ ഇതൊക്കെ ഇങ്ങനെ, എനിക്കറിയില്ല എങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ആയത്. ലാസ്റ്റ് ഈ കോൺസ്പിറസി തിയറിസ്റ്റുകൾ പറയുന്ന ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ മെസ്സി വേഴ്സസ് റൊണാൾഡോ, പോർച്ചുഗൽ വേഴ്സസ് അർജന്റീന, അങ്ങനെ ഒരു ഫൈനൽ തന്നെ ശരിക്കും വന്നിട്ടുണ്ടാവും. കാരണം അതാണ് മോസ്റ്റ് മാർക്കറ്റബിൾ, കൂടുതൽ പ്രോഫിറ്റബിൾ, ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനം അതാണ്. പക്ഷേ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വന്ന ആൾക്കാർക്ക് മനസ്സിലാവും, അയ്യേ ഇതെന്ത് ഏറ്റവും പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ആണല്ലോ എന്ന്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഗ്രേറ്റസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ ഓഫ് ഓൾ ടൈം. വാവ്! അല്ലാതെ എങ്ങനെ ഇതൊക്കെ ശരിയാവാ? നിങ്ങൾ ആലോചിക്കണം, ലമീൻ യമാലിന്റെ ഫാമിലിക്ക് ഒരു നറുക്കെടുപ്പിൽ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി വഴിയാണ് മെസ്സി ആൻഡ് യമാൽ ആ ഒരു പിക്ക്, ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പിക്ക്, ആ ഒരു ഫോട്ടോ വരുന്നത് ഒരു നറുക്കെടുപ്പിൽ ഭാഗ്യം കൊണ്ട് കിട്ടിയ ഒരു സംഭവമാണ്. മാത്രമല്ല ആ ഒരു സമയത്ത് ബാർസിൽ വേറെയും കുറെ സൂപ്പർ സ്റ്റാർസ് ഉണ്ട്. പക്ഷെ മെസ്സി തന്നെ യമാലിന്റെ ഒപ്പം ആ ഒരു സംഭവം ചെയ്ത് ഫോട്ടോ എടുത്ത്, എടാ ഇതൊന്നും ജസ്റ്റ് ഒരു കോയിൻസിഡൻസ് മാത്രമാണോ? എങ്ങനെ ഇതൊക്കെ നമ്മൾ സമ്മതിക്കുക? ആ ഫോട്ടോ എടുത്തത് പോട്ടെ, അത് കഴിഞ്ഞ് ഈ ഒരു യമാല് തന്നെ ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും വലിയൊരു സ്റ്റാർ ആവുക, ആള് ലാമാസിയിൽ തന്നെ കളിക്കുക. 19 വയസ്സായപ്പോഴേക്ക്, 16 വയസ്സെന്തോ ആയപ്പോഴേക്ക് സ്പെയിനിന്റെ നാഷണൽ ടീമിലെ മെയിൻ പ്ലെയേഴ്സിൽ ഒരാളായിട്ട് മാറുക. ആ പ്ലെയർ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ എത്തുക. അപ്പുറത്ത് മെസ്സി ഫൈനലിൽ എത്തുക. അതും മെസ്സി വെറുതെ വന്ന് ഫൈനലിൽ എത്തുകയല്ല, ഇപ്പോഴും അന്ന് 20 വർഷങ്ങൾക്ക് മുന്നേ മെസ്സിയുടെ ഒരു പ്രൈം പീക്ക് ടൈമിലുള്ള മെസ്സിക്ക് മാച്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു മെസ്സി ഇപ്പോഴും ഉണ്ട്. ആളുടെ 39 വയസ്സിൽ, ആ 39ഉം അന്നത്തെ 20ഉം കുറച്ചാൽ 19. യമാൽ ഇടുന്ന ജേഴ്സിന്റെ നമ്പർ 19, മെസ്സി അന്ന് ഇട്ടിരുന്ന ജേഴ്സി നമ്പർ 19. ഇത് എന്തൊക്കെയാണിത്? Coincidence? I think not. The finale of the 2026 വേൾഡ് കപ്പ്. ഇനിയും ഒരു പ്രഡിക്ഷൻ പറയാനുള്ള ഒരു എനർജി എനിക്കില്ല. ഇത്രയധികം പ്രഡിക്ഷൻ ഞാൻ ഈ ഒരു വേൾഡ് കപ്പിന്റെ സമയത്ത് നടത്തിയിട്ട് അതിന്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് -69, ആ ഒരു റേഞ്ചിലാണ്. Are you not embarrassed? This is really embarrassing. ഇച്ചിരി സെൻസ് ഉള്ള, സെൻസിബിലിറ്റി ഉള്ള, സെൻസിറ്റിവിറ്റി ഉള്ള ഒരാളാണെങ്കിൽ ഇനിയും ഒരു പ്രിഡിക്ഷൻ നടത്തി മണ്ടനാവാതിരിക്കാനാണ് നോക്കുക. പക്ഷെ നിങ്ങൾക്കറിയാം, ഐ ആം ഷെയിംലെസ്. അതുകൊണ്ട് തന്നെ ഇൻ ദിസ് വീഡിയോ, ഈ ഒരു ഫൈനലിന്റെ പ്രിവ്യൂ, മൈ പ്രിഡിക്ഷൻസ്, സ്കോർ വരെ ഞാൻ പറയാൻ പോവാണ്. ഒന്നും കൂടെ ഒരു ഫൈനൽ അറ്റം. ഈ രണ്ട് ടീമുകളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ആദ്യത്തെ ഒരു കാര്യം, സ്പെയിൻ. അവർക്ക് അവർ കളിക്കുന്ന എല്ലാ മാച്ചസും അവർ കൺട്രോൾ ചെയ്യുന്നതാണ് ഇഷ്ടം. ഈവൻ അഗെയിൻസ്റ്റ് അത്രയും നമ്മൾ ഹൈപ്പ് കൊടുത്ത ഫ്രാൻസിനെതിരെ വരെ ഞങ്ങൾ വിചാരിച്ച കളി ഞങ്ങൾ കൺട്രോൾ ചെയ്യുന്നുള്ള ഒരു കാര്യം അവർ കാണിച്ചു തന്നു. ബട്ട് ഒപ്പണൻസ് ആയിട്ട് ഇത്തവണ ഉള്ളത് അർജന്റീനയാണ്. ആൻഡ് അവരുടെ എതിര് കളിക്കുന്ന ടീം എങ്ങനെ കളിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് അർജന്റീന ഈസ് നോട്ട് ബോതേഡ്. They don't care. അതിപ്പോ സ്പെയിൻ 85 മിനിറ്റ് വരെ ഓവർ റൂൾ ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ പോലും അതിനുശേഷമുള്ള ഒരു 10 മിനിറ്റ് മതി ഒരു പക്ഷേ അർജന്റീനക്ക് ഈ കളി ജയിക്കാൻ. അത് നമ്മൾ ഇംഗ്ലണ്ടിനെതിരെ കണ്ടു. ഫസ്റ്റ് ഹാഫില് അർജന്റീന ഇൻക്ലൂഡിങ് മെസ്സിയെ മര്യാദക്ക് കളിക്കാൻ ഇംഗ്ലണ്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. കളി അത്രയും ഫിസിക്കൽ ആയപ്പോൾ അർജന്റീനയും അതിനനുസരിച്ചുള്ള ഒരു റിപ്ലൈ ആണ് കൊടുത്തത്. ബട്ട് ആ ഒരു ഗോൾ വന്നതിന് ശേഷം ഇംഗ്ലണ്ട് ഒരു മെനക്കെട്ട കളി കളിക്കാൻ നോക്കിയപ്പോൾ അത്രയും ബ്രേവ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ ആണ് അർജന്റീന അവിടെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ സെന്റർ ബാക്സ് അടക്കം ഒപ്പണന്റ് ഹാഫിന്റെ പകുതിയോളം കയറി വന്നിട്ടാണ് 35 മിനിറ്റോളം കളിച്ചത്. 2 ഗോൾ തിരിച്ചടിച്ച് ലീഡ് എടുത്തതിന് ശേഷമുള്ള അർജന്റീനയെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഇംഗ്ലണ്ട് എങ്ങനെയാണോ ബസ് പാർക്ക് ചെയ്യാൻ ശ്രമിച്ചത്, ആ ഒരു സെയിം സംഭവം 9 ആളെ വെച്ച് അർജന്റീന ഭംഗിയായിട്ട് ചെയ്തു. ഇംഗ്ലണ്ട് ആൾ ഔട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കിയിട്ട് എന്താ ഉണ്ടായത്? ഒരു തേങ്ങാക്കൊല നടന്നില്ല. കാരണം എന്താ? മെസ്സി ഡിഫെൻഡ് ചെയ്യാൻ അങ്ങനെ ബോളിന് പിന്നാലെ വന്നിട്ട് നിൽക്കുന്ന അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ലെങ്കിൽ പോലും ബാക്കിയുള്ള 9 ആളെ പാഷൻ വെച്ചിട്ട്, അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഇംഗ്ലണ്ടിനെ അവർ നിർവീര്യമാക്കി എന്ന് തന്നെ പറയാം. ചുരുക്കി പറഞ്ഞ വേണമെന്ന് വെച്ച ആ ഒരു ടൈപ്പ് ഫുട്ബോൾ കളിക്കാനും അർജന്റീനക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇംഗ്ലണ്ടിനെതിരെ അങ്ങനെ ഒരു സെക്കൻഡ് ഹാഫ് വന്നത് കൊണ്ടാണ് അർജന്റീനക്ക് ഒരു കംബാക്ക് നടത്താൻ കഴിഞ്ഞത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
അതുവരെ മെസ്സിയുടെ അടുത്ത് ബോൾ എത്തുന്ന കാര്യത്തിലാണെങ്കിലും മെസ്സിനെ കളിയിൽ നിന്ന് കുറച്ചൊക്കെ ഔട്ടാക്കാനും അവരെ കൊണ്ടൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സ്പെയിൻ എങ്ങനെയാവും ഈ ഒരു കാര്യത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക? സ്പെയിന് വിചാരിച്ചാൽ, ഫ്രാൻസിന്റെ 4 അറ്റാക്കേഴ്സിനെ ഇല്ലാണ്ടാക്കിയ സ്പെയിന് വിചാരിച്ചാൽ മെസ്സിയുടെ ഇൻവോൾവ്മെന്റ് കളിയിൽ നിന്ന് കുറക്കുക എന്നുള്ള ഒരു കാര്യത്തിൽ അവർ നല്ലോണം ഫോക്കസ് ചെയ്യുന്നു. മാത്രമല്ല അവരതിൽ സ്പെയിനിന്റെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് അതിൽ സക്സീഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അർജന്റീനക്ക് ഈ ഒരു മാച്ചിൽ സ്പെയിനിനേക്കാൾ ഒരു മുൻതൂക്കൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലാന്ന് പറയും. ബട്ട് അഗെയിൻ അത് മെസ്സിയാണ്. ഇത്രയും കാലം ആൾ ഫുട്ബോൾ കളിച്ചപ്പോൾ ഒപ്പണൻസിന് അറിയാത്തത് കൊണ്ടൊന്നും അല്ലല്ലോ. മെസ്സിയാണ് നമുക്കുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്നുള്ളത്. ഓരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ കഴിയണില്ല. അതന്നെയാണ് ഇനി സ്പെയിനിൻ്റെ മാച്ചിലും അർജന്റീനക്കുള്ള ഒരു പ്രതീക്ഷ. മെസ്സിയാണ് അത്. സ്പെയിനിനിപ്പോൾ എത്ര നോക്കിയാൽ ഇയാൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതാണ് പ്രശ്നം. ഒരു സെനാരിയോ നമുക്ക് വെറുതെ ഒന്ന് ആലോചിക്കട്ടോ. മെസ്സി സെൻട്രൽ കളിക്കുകയാണ്, ആൾക്ക് ഫൈനൽ തേർഡിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ബോൾ റിസീവ് ചെയ്യാനോ സ്പെയിനിന്റെ ഡിഫൻസും മിഡ്ഫീൽഡേഴ്സും സമ്മതിക്കണില്ല. അപ്പോൾ മെസ്സി എന്ത് ചെയ്യും? മെസ്സി മറ്റേ സെൻറ്ററിൻ്റെ അങ്ങോട്ട് വന്നിട്ട് ബോൾ വാങ്ങി അന്ന് കൊടുത്ത പോലെ കണ്ണി കണ്ട ടൈപ്പ് ഓഫ് പാസസ് കൊടുത്ത് വല്ല അൽവാരസോ വല്ല റൈറ്റ് ബാക്കോ സിമിയോണോ ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇതാണ് പ്രശ്നം. ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ മാച്ചിന്റെ കാര്യത്ത് പറഞ്ഞ പോലെ തന്നെ സ്പെയിനിന്റെ മിഡ്ഫീൽഡ് എത്രത്തോളം ഗെയിം കൺട്രോൾ ചെയ്യുന്നുണ്ട്, എത്രത്തോളം ക്വിക്കായിട്ട് ബോൾ റിക്കവർ ചെയ്യുന്നുണ്ട്, സെക്കൻഡ് ബോൾസ് അവർ വിൻ ചെയ്യുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലോണം ഫാക്ടർ ചെയ്യും. കാരണം ഫ്രാൻസിന്റെ മിഡ്ഫീൽഡ് പോലെ അല്ല അർജന്റീനയുടെ മിഡ്ഫീൽഡേഴ്സ്. ഇവരിനി പന്ത് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഇടിച്ചിട്ടിട്ടാണെങ്കിലും ആ ഒരു കളി സ്റ്റെക്കാക്കാനോ അല്ലെങ്കിൽ സ്പെയിനിന്റെ ആ ഒരു ഫ്ലുവൻസി കളയാനുള്ള എല്ലാ സംഭവവും ചെയ്യും. കുഞ്ഞു ഫൗൾസ് ആയിട്ടാണെങ്കിലും ഡേർട്ടി ആയിട്ടുള്ള ഫുട്ബോൾ ആയിട്ടാണെങ്കിലും സ്പെയിന് നേരിട്ട ബിഗ് ടീംസ് എന്ന് പറയാൻ പറ്റുന്ന ഫ്രാൻസ് ആണെങ്കിലും പോർച്ചുഗൽ ആണെങ്കിലും അവർക്ക് അതിനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷെ അർജന്റീനയുടെ ഈ പാഷൻ മെർച്ചൻസ് എന്തൊക്കെ ചെയ്യുന്നുള്ളത് അതൊരു ഫൈനലില് മെസ്സിന്റെ ബി ലാസ്റ്റ് എവർ ഗെയിം ആവാൻ പോകുന്ന ഒരു മാച്ചിൽ ഈ ഡൈ ഹാർഡ് മെസ്സി ഫാൻസിനെക്കാളും വലിയ മെസ്സി ഫാൻസ് ആയിട്ടുള്ള ഈ 10-12 പ്ലേയേഴ്സ് എന്തൊക്കെ ചെയ്യും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത് കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്കറിയില്ല ഇവരെന്തൊക്കെ ചെയ്യുന്നു. മെസ്സിയെ പോലെ തന്നെ യമാലിനും ഈ ഒരു മാച്ചിന്റെ കാര്യത്തിൽ വലിയൊരു സ്പോട്ട് ലൈറ്റും പ്രഷറും ഒക്കെ വരുന്നുണ്ട്. ഹി നീഡ്സ് ടു പെർഫോം. ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരു കിഡിലൻ പെർഫോമൻസ് ഫ്രം യമാൽ. കാരണം നമ്മൾ ഈ ടോർച്ച് പാസ് ചെയ്യാന്നുള്ള പോലെ മെസ്സി ടു യമാൽ, ബാർസയുടെ പാസ്റ്റ് വേഴ്സസ് ബാർസയുടെ ഫ്യൂച്ചർ, ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറി ലൈനൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് കുറേ കാര്യങ്ങൾ യമാലിന്റെ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഈ ഒരു വേൾഡ് കപ്പിൽ നമ്മൾ കാണുമെന്ന് വിചാരിച്ച ഒരു യമാൽ ടൈപ്പ് ഓഫ് പെർഫോമൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ആൻഡ് ഇമാജിൻ ഈ ഒരു ഫൈനലിലാണ് യമാൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ഓറ സംഭവങ്ങളൊക്കെ വേറെ ലെവലാവും. യമാലിന്റെ കളി യമാൽ എടുത്ത. ബാക്കി സ്പെയിനെ പറ്റി ഇൻഡിവിജ്വലി പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇവരെ ഒരു ടീമായിട്ട് നോക്കുമ്പോൾ തന്നെയാണ് ഇവരെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നമ്മൾ കാണുക. അർജന്റീനയുടെ കേസിലും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. രണ്ട് ടീമിൻ്റെയും പ്ലേ സ്റ്റൈൽ ആണെങ്കിലും അവർ പറയുന്ന ആ ഒരു ടീം വർക്ക് ഒക്കെ ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇൻ ദ എൻഡ് ഈ രണ്ട് രാജ്യങ്ങളും ഫൈനലിൽ എത്തിയതിൻ്റെ ഏറ്റവും വലിയൊരു റീസൺ അവര് പിച്ചിൽ ആക്ച്വലി ഒരു ടീമിനെ പോലെ പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ട് കോച്ചസിന്റെ ടാക്ടിക്സിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു ഐഡിയ എന്തായിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നത് അതൊന്നും ഞാൻ പറയണേ ഇല്ല കേട്ടോ. കാരണം എനിക്ക് അത്രക്കുള്ള ഒരു ബുദ്ധിയും ഫുട്ബോൾ സംഭവമൊന്നും ഇല്ല. ഓരോ മൈൻഡിൽ വരാനുള്ള സാധനം ഞാനിവിടെ പ്രിഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്ലാൻ ചെയ്യുന്നതിന് വല്ല അർത്ഥമുണ്ടോ? ഇല്ല. രണ്ട് ബ്രില്യൻ കോച്ചസ്, അവർക്ക് എന്തായാലും ഫൈനലിന് വേണ്ടിയിട്ട് വ്യക്തമായിട്ടുള്ള പ്ലാൻസ് ഉണ്ടാവും. അത് ഞാൻ ആ മാച്ചസിന്റെ സമയത്ത് കണ്ടോളാം. ഞാൻ കുറെ ഡീപ്പായിട്ടുള്ള അനാലിസിസോ സ്റ്റാറ്റ്സോ അതൊന്നും ഈ ഒരു ഫൈനലിന്റെ മുന്നേ ആയിട്ട് പറയുന്നില്ല. കാരണം എനിക്ക് ഉറപ്പാണ് ഇറ്റ് ഡസ് നോട്ട് മാറ്റർ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല ഈ ഒരു ഫൈനൽ പോവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ സമയം കളയണ്ട. ഞാൻ എൻ്റെ ഒരു പ്രിഡിക്ഷൻക്ക് വരാം. ഈവൻ തോ അർജന്റീനക്ക് മെസ്സി ഉണ്ടെങ്കിലും ആ ഒരൊറ്റ ഫാക്ടർ മാത്രമാണ് എനിക്ക് എപ്പോഴും ഡൗട്ട് തരാറുള്ളത്. ഐ എം സ്റ്റിൽ ഗോയിങ് അഗെയിൻസ്റ്റ് അർജന്റീന. ഐ തിങ്ക് സ്പെയിൻ വിൽ വിൻ. ഈ ഒരു വേൾഡ് കപ്പിലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡിഫൻസീവ് റെക്കോർഡുള്ള സ്പെയിൻ ഫൈനലിലും ആ ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും കൂടിപ്പോയ അർജന്റീന വിൽ സ്കോർ 1 ഗോൾ, പക്ഷെ സ്പെയിന് 2 അടിക്കും. സ്പെയിൻ 2-0 ഓർ സ്പെയിൻ 2-1. അതാണ് എൻ്റെ ഒരു പ്രിഡിക്ഷൻ. ഐ നോ കുറെ ആൾക്കാരുണ്ടാവും AMD സ്പെയിനെ സപ്പോർട്ട് ചെയ്യണു അതുകൊണ്ട് അർജന്റീന എന്തായാലും ജയിക്കുന്നു. ബട്ട് ദിസ് ടൈം ഗൈസ് നോ, ഇത്തവണ അങ്ങനെ ഒരു ജിങ്സ് ഉണ്ടാവില്ല.
ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നടക്കാൻ പോവാണ്. വേറൊരു കാര്യം, ഇത് മെസ്സിയും അർജന്റീനയും വേൾഡ് കപ്പ് അടിക്കുന്നത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ഒന്നല്ല. ഞാൻ ഡിസംബറിൽ പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് സ്പെയിൻ അടിക്കും എന്നുള്ളത്. ആൻഡ് ഐ സ്റ്റിൽ ഫീൽ ലൈക്ക് ഇറ്റ്, ഈവൻ തോ എൻ്റെ മൈൻഡിൽ കുറേ ഡൗട്ട്സ് ഉണ്ട്. ഒബ്വിയസ്ലി അർജന്റീനൻ്റെയും മെസ്സിൻ്റെയും ഇതുവരെയുള്ള കളിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്കറിയാം ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ. പിന്നെ പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ അതാണല്ലോ, നമ്മളാണ് പറയുന്നേ. നടന്നാൽ എനിക്ക് വായത്താൽ അടിക്കുക, ഇല്ലെങ്കിൽ ഞാൻ അത് കേൾക്കാത്ത പോലെ നടന്നാൽ പോരെ. അത്രക്കുള്ളൂ. നിങ്ങളുടെ പ്രഡിക്ഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക. And we will see after the match or at the watch long. Yeah, bye bye.